നമസ്കാരം പ്രിയപ്പെട്ടവരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി മനസ്സിൻ്റെ മറ്റൊരു പുറത്തിലേക്ക് സ്നേഹസ്വാഗതം. നമ്മോടൊപ്പം പുതിയ ചിന്തകളൊക്കെ പങ്കുവെക്കാനായി നമ്മുടെ ഡോക്ടർ ജോൺ പനക്കലും ഒത്തുചേരുകയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം പ്രദീപ്. വീണ്ടും നമ്മൾ മനസ്സിൻ്റെ വേദിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് എന്താണ് പുതിയ ചിന്തകൾ? അത് ഒരു തുടർച്ചയായ ചോദ്യമല്ലേ, ഇന്നെന്താണ്? ഓരോ ആഴ്ചയും ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നാണ് എന്നോട് ചോദിക്കുന്നത്, നാളെ എന്താണ്? നമുക്കിന്ന് സാധാരണ സാമൂഹ്യ പ്രവർത്തകരൊക്കെ സ്റ്റേജ് തകർക്കുമ്പോൾ പറയാറുള്ള ഒരു ശൈലിയുണ്ട്. ഇറ്റ്സ് എ ഫ്രേസ്. ഒരു നോക്ക്, ഒരു വാക്ക്, ഒരു താങ്ങ്. അത് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലിയാണ്. ഒരു നോക്ക്, ഒരു വാക്ക്, ഒരു താങ്ങ്. അതിനെക്കുറിച്ച് സംസാരിക്കാം. ശരി. നോട്ടമാണല്ലോ ആദ്യം. നോട്ടത്തിൽ നിന്നാണല്ലോ വാക്ക് ഉടലെടുക്കുന്നത്. വാക്ക് പറഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ കൈത്താങ്ങ് കൊടുക്കുന്നത്. ഈ കൈത്താങ്ങിനെയാണ് താങ്ങെന്ന് ഞാൻ പ്രയോഗിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് നോക്കിനെ കുറിച്ച് പറയാം. നമുക്കൊക്കെ 3 തരം നോട്ടമുണ്ട്. ഒന്ന് മഞ്ഞ നോട്ടം, രണ്ടാമത്തത് പഞ്ഞ നോട്ടം, മൂന്നാമത്തത് അന്നനോട്ടം. നമ്മളെ തൂക്കുന്നതിന് പകരം മറ്റുള്ളവരെ തൂക്കുകയാണല്ലോ നമ്മുടെ ജോലി. വെള്ളിക്കോല് വെച്ച് മറ്റുള്ളവരെ അതേ കയറ്റി നിർത്തിയിട്ട് അവൻ്റെ തൂക്കം എടുക്കുക. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. നമ്മളെ തൂക്കാൻ നമ്മൾ മെനക്കെടാറില്ല. അപ്പൊ ഇങ്ങനെയുള്ളവര് നോക്കുമ്പോഴേ ഒരു മഞ്ഞ നോട്ടമായിരിക്കും. മഞ്ഞ കളറ് ഫ്രഞ്ച് തെറാപ്പിയിൽ അത്ര ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കളർ അല്ല എന്നാണ് വൈപ്പ്. അപ്പോൾ മഞ്ഞ കണ്ണുകൊണ്ട് നോക്കുക. ആ, നീ അതിനാളായോ? അങ്ങയിലെ വീട്ടിലെ മൂത്ത കുമാരൻ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച് കോളേജ് ഉപരിപഠനത്തിനായിട്ട് പോകുന്നതിന് മുന്നുമ്പോൾ ആ വീട് മുഴുവൻ സന്തോഷിക്കുമ്പോൾ ഇങ്ങേലിരുന്നുകൊണ്ട് ഞാൻ, ആഹാ, നീ അതിനാളായോ? നീ എത്ര ചാടിയാൽ എവിടെ വരെ ചാടും? നീ ഇത്രയെല്ലാം ഉള്ളോ? മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കുക, അവൻ്റെ കുടുംബ മഹിമയില്ലായ്മയെക്കുറിച്ച് പ്രസംഗിക്കുക, അവൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ചും ബലഹീനതകളെക്കുറിച്ചും ചൂണ്ടിക്കാട്ടുക. മനസ്സിലാണ്, പുറമേ പറയത്തില്ല. ഈ നോട്ടത്തെയാണ് മഞ്ഞ നോട്ടം എന്ന് പറയുന്നത്. ഇഷ്ടമില്ലാത്ത നോട്ടം, അസൂയയുടെ നോട്ടം, കുശുമ്പിൻ്റെ നോട്ടം, ഇതൊക്കെയാണ് മഞ്ഞ നോട്ടം. അത് നമുക്ക് വേണ്ട. രണ്ടാമതൊരു നോട്ടമുണ്ട്, പഞ്ഞ നോട്ടം. അങ്ങയിലെ വീട്ടിൽ അരി വെക്കാൻ, കഞ്ഞി വെക്കാൻ പോലും അരിയില്ല. എന്നാൽ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഒരല്പം സഹായം കൊടുക്കുക. അതില്ല. എന്ത് ചെയ്യാനാ? ഗതികേടാ അവർക്ക്, കേട്ടോ, ഗതികേടാ. ഈ മറ്റുള്ളവൻ്റെ ഗതികേട് പറഞ്ഞ് നമ്മൾ സുഖിക്കുക. ആരെയും നല്ലവരായി കാണത്തില്ല. ബാക്കിയുള്ളവരെല്ലാം നമ്മളെയൊക്കെ കുറഞ്ഞവരാ. നമ്മളാ മിടുക്കന്മാർ. അയ്യോ, എത്രയോ ആളുകളുണ്ടെന്നറിയാമോ ഇങ്ങനെയുള്ളവർ. പോക്കറ്റിൽ കാശില്ലെങ്കിലും ശരി, മിടുക്ക് കാണിക്കാൻ മിടുക്കന്മാരാ. അവർ മറ്റുള്ളവരെ നോക്കുന്നത് പഞ്ഞനോട്ടത്തിലാണ്. പഞ്ഞനോട്ടം. മൂന്നാമത്തത് അന്നനോട്ടം. അന്നനടയെന്നൊക്കെ കേട്ടിട്ടില്ലേ? കണ്ടുകൊണ്ടിരിക്കാനൊരു സുഖമല്ലേ? നീയും കൊള്ളാം, ഞാനും കൊള്ളാം, നമ്മൾ രണ്ടും കൊള്ളാം, മൂന്നാമത്തവനും കൊള്ളാം, എല്ലാവരും കൊള്ളാവുന്നതാണ് എന്ന സംതൃപ്തമായ സ്നേഹാർദ്രമായ ഒരു മനസ്സിൽ നിന്ന് വരുന്ന ചിന്തയുള്ളവരാണ് അന്നനോട്ടം കിട്ടുന്നത്. അന്നനോട്ടം, നല്ല നോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 3 നോട്ടങ്ങളിൽ ഏതാണ് നമ്മുടെ നോട്ടമെന്ന് നമ്മൾ തന്നെ വിധിക്കുക. വെള്ളിക്കോൽ എടുത്ത് തൂക്കി നോക്കുക. രണ്ടാമത്തത് വാക്കാണ്. എൻ്റെ പ്രദീപേ, മൂർച്ചയുള്ള കടാരിയേക്കാൾ ഹൃദയത്തിൽ തുളച്ചു കയറുന്ന ചില വാക്കുകളുണ്ട്.
ഈ വാക്കിന് PhD എടുത്ത പലരും നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. വാക്കുകൊണ്ടൊരു മനുഷ്യനെ എത്രയും ദണ്ഡിപ്പിക്കാമോ, എത്രയും മാനസികമായി ബുദ്ധിമുട്ടിക്കാമോ, അതിനൊക്കെ നമ്മൾ വിദഗ്ധരാണ്. ഈ വാക്കും 3 തരത്തിലുണ്ട്. ഒന്ന് കുത്തുവാക്ക്, കൊത്തി പറയുക. ആ പറയുന്ന ഉടനെ ചിരിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. ആ കൊള്ളാമല്ലോ, ഇനിയിപ്പോൾ എന്തോ വേണം, ഇനിയിപ്പോൾ എന്തോ വേണം, എല്ലാം ആയില്ലേ, മകളുടെ വിവാഹം കഴിഞ്ഞു, മകന് ജോലി കിട്ടി, നിങ്ങൾ സുഖമായി ജീവിക്കുന്നു, ഇനിയിപ്പോൾ എന്തോ വേണം എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉള്ളിലൊരു കുത്തുവാക്കുണ്ട്. നീ നാളെ എങ്ങനെ കഴിയുമെന്നുള്ളത് എങ്ങനെ അറിയാം, എനിക്കറിയാം എന്നുള്ള കുത്തിയുള്ള ഒരു ചോദ്യമാണ്. ഇനിയിപ്പോൾ എന്തോ വേണം, അപ്പം മുമ്പേ കണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അർത്ഥവും അതിനുണ്ട്. ഇങ്ങനെ കുത്തുവാക്ക് പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നമ്മളൊക്കെ സമർത്ഥരാണ്. രണ്ടാമത് ഒത്തുവാക്ക്. ചില ആളുകളുണ്ട് വ്യക്തിത്വമില്ലാത്തവർ. ഞാൻ ഇന്നലെ അവിടെ പോയപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പ്രതികരിച്ചു. നന്നായിപ്പോയി, നന്നായി. വാസ്തവത്തിൽ ആ പ്രതികരണം ശരിയായില്ല എന്ന് ഈ നന്നായി പോയെന്ന് പറയുന്നവനും അറിയാം. പക്ഷേ രക്ഷയില്ലാതെ അങ്ങ് പറയാം, ഒത്തുമൂളുക, ഓ അച്ഛാ, ഓ അത് നന്നായിരുന്നു. എല്ലാറ്റിനും അവർക്ക് വേറൊരു വാക്കില്ല, എല്ലാറ്റിനും ഒത്തുവാക്കേ ഉള്ളൂ. അത് നമ്മളെ സുഖിപ്പിക്കാനാണ്. നമ്മളെ അവർ ബഹുമാനിക്കുന്നു, കരുതുന്നു, നമ്മളിൽ നിന്ന് എന്തൊക്കെയോ നന്മകൾ അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരാണ് ഈ ഒത്തുവാക്കിൽ മിടുക്കന്മാർ. ഒത്തുമൂളിക്കളെ. ചില ആളുകൾ ഒത്തുവാക്ക് പറയുന്നവരെ കൂടെ കൊണ്ടു നടക്കും. ചില രാഷ്ട്രീയക്കാരൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ, എത്ര എണ്ണമായിട്ടിച്ച് ആ കാറെ കയറുന്നത്. ഒത്തുവാക്കിനാ കൊണ്ടുപോകുന്നത്, അല്ലാതെ കുത്തുവാക്കിനല്ല. ഒത്തുവാക്ക് പറയുക എന്ന് പറയുന്ന ആളിന് സ്വയം വ്യക്തിത്വമില്ലെന്ന അർത്ഥം. എന്നാൽ മൂന്നാമതൊരു തരം വാക്കുണ്ട്, മുത്തുവാക്ക്. പരീക്ഷയിൽ തോറ്റ ഒരു വിദ്യാർത്ഥി അവൻ്റെ വിഷമം സഹിക്കുക വയ്യാതെ നമ്മുടെ അടുത്ത് വരിക, ഒരാശ്വാസവചനത്തിന് വേണ്ടി അവനെ വേദനിപ്പിക്കാതെ അവനെ എംപത്തിയിലൂടെ അവനെ മുത്തുവാക്ക് പറഞ്ഞ് ഉത്തേജിപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? സാരമല്ല മോനെ, പരാജയം വിജയത്തിൻ്റെ ആരംഭമാണ്. എല്ലാവരും ജയിക്കാറില്ലല്ലോ, ഇനി പരീക്ഷ വരുന്നുണ്ടല്ലോ, അതിന് ഭംഗിയായി പഠിക്കുക, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം, മോൻ ജയിക്കും എന്ന് പറഞ്ഞ് അവനെ ഉത്തേജിപ്പിക്കുക. അങ്ങനെയുള്ള വാക്ക് പറയുന്നവർ വളരെ വിരളമാണ് നമ്മുടെ ഇടയിൽ. ഈ എമ്പത്തിക് റെസ്പോൺസ് കൊടുക്കാൻ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. സിമ്പത്തറ്റിക് റെസ്പോൺസ്, സിമ്പതി പ്രകടിപ്പിക്കാൻ നമ്മൾ വിദഗ്ധന്മാരാണ്. അയ്യോ അങ്ങനെ തോറ്റുപോയോ, കഷ്ടമായിപ്പോയി, സിമ്പതിയാണ്. എന്നാൽ എമ്പതി വേണം. ആ എമ്പതിയിൽ നിന്ന് ഉടലെടുക്കുന്ന വാക്കുകളാണ് മുത്തുവാക്കുകൾ. മൂന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞ, ഒരു താങ്ങ്, ഒരു കൈത്താങ്ങെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിവൃത്തിയില്ലാത്ത ഒരു മനുഷ്യൻ്റെ മകളുടെ വിവാഹം നടക്കുന്നു, കടവും വെച്ചാണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളത് വെച്ച് ഒരു സഹായം കൊടുക്കുക, ഒരു സഹായം ഓഫർ ചെയ്യുക, അതൊരു കൈത്താങ്ങാണ്. നിത്യരോഗിയായി തീർന്ന ഒരു വ്യക്തിക്ക് ചികിത്സയ്ക്ക് പണമില്ല. നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ അംശം അവർക്ക് ഒരു കൈത്താങ്ങായിട്ട് കൊടുക്കുക. നമ്മൾ ഈ കൈത്താങ്ങിന് പകരം ആപത്തിൽ കൂടുതൽ അവരെ ദണ്ഡിപ്പിക്കാനാണ് നോക്കുന്നത്, ഇടിച്ചു താക്കാനാണ്. നമ്മുടെ കൈകൊണ്ട് ആ ആളിനെ വീണ്ടും ഇടിച്ച് താക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് കൈകൊണ്ടുള്ള ഒരു താങ്ങാണ്, ഒരടിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല, ഒരു കൈത്താങ്ങാണ്. പ്രദീപേ, ചുരുക്കത്തിൽ ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു താങ്ങ്, ഇത് ജീവിതശൈലിയായി എടുത്തവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തങ്കവാക്യങ്ങളാണ് നാം ഇവിടെ രേഖപ്പെടുത്തുന്നത്. മനുഷ്യ മനസ്സെന്ന് പറയുന്നത് പ്രകൃതിയോട് ഉപമിക്കാം. പ്രകൃതിയിൽ വേദനയുണ്ട്, സന്തോഷമുണ്ട്, കണ്ണീരുണ്ട്,
ആഹ്ലാദമുണ്ട്, ക്രൂരതയുണ്ട്. എല്ലാം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് പ്രകൃതി എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിനെ പ്രകൃതിയോട് നമുക്ക് ലയിച്ച് ചേർക്കാം. അങ്ങനെ ലയിച്ച് ചേർക്കുമ്പോൾ, താതാത്മ്യം പ്രാപിക്കുമ്പോൾ, ഒരു അന്നനോട്ടത്തിനും ഒരു മുത്തുവാക്കിനും ഒരു കൈത്താങ്ങിനും നമ്മൾ ശേഷിയുള്ളവരായി തീരുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ഓവർ ടു യു പ്രദീപ്. നല്ല രസകരമായൊരു സബ്ജക്റ്റാണ് സംസാരിച്ചത് അല്ലേ? അന്ന നോട്ടം, അതുപോലെ തന്നെ മുത്തുവാക്ക്, അതോടൊപ്പം ഒരു താങ്ങ്. ഇത് മൂന്നും നൽകാൻ പറ്റുന്ന ആളുകളായി നമ്മളൊക്കെ മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു ചിന്തയുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.